ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈൻ്റെയും കോസിൻ്റെയും ടാൻ്റെയും കോട്ടിൻ്റെയും അങ്ങനെ എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെയും പ്ലോട്ട് വാല്യൂസ് കാണിച്ചു തരാം. അതായത് എങ്ങനെയാണ് അവരുടെ ലെങ്ത് ചേഞ്ച് ചെയ്യുന്ന ഓരോ ക്വാഡ്രൻറ്റിലും അതെല്ലാം കാണിച്ചു തരാം. സോ ഇതിൻ്റെ തന്നെ വേറൊരു പ്ലോട്ട് വേരിയന്റ് കാണിച്ചു തരാം. അതായത് ഓരോന്നും ഇൻഡിവിജ്വൽ ആയിട്ട് കാണിച്ചു തരാം. ഇത് എല്ലാവരും കമ്പൈൻ മീൻസ് ഓരോ ഫംഗ്ഷൻസ് ആയിട്ട് കമ്പൈൻ ചെയ്തിട്ടുള്ള ഓരോന്നിന്റെ ഇൻഡിവിജ്വൽ കാണിച്ചു തരാം. അതായത് കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീൻസ് നേരത്തെ കൊണ്ട് എല്ലാ ഇതിലും പറഞ്ഞത് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന യൂണിറ്റ് സർക്കിളാണ്. സോ ഈ സർക്കിൾ എന്ന് പറയുന്നത് യൂണിറ്റ് സർക്കിളാണ്. ഇതിന്റെ റേഡിയസ് വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും, യൂണിറ്റി ആയിരിക്കും. അങ്ങനെ വരുന്ന കേസിൽ ഈ ഗ്രീൻ ലൈൻ എന്ന് പറഞ്ഞ സൈൻ തീറ്റ വരും. അതെങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുള്ളത് മനസ്സിലായിട്ടില്ല, നേരത്തെ നോക്കാം. അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഈ പറഞ്ഞ ഹൈപ്പോട്ടന്യൂസ്. ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് ഓഫ് ഗ്രീൻ ലൈനാണ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ സർക്കിളിന്റെ റേഡിയസ് ആണ്. നമ്മൾ പറഞ്ഞത് യൂണിറ്റ് സർക്കിളാണ്. സോ ഇതെന്ന് പറഞ്ഞാൽ എപ്പോഴും 1 ആണ്. സോ ഇവിടുത്തെ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദിസ് ലൈൻ ഡിവൈഡ് ബൈ ലെങ്ത് ഓഫ് ദിസ് വൈറ്റ് ലൈൻ, അതായത് റേഡിയസ്. സോ ഈ ലെങ്ത് ഓഫ് വൈറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ 1 ആണ്. അതുകൊണ്ട് സൈൻ തീറ്റ ഈക്വൽ ടു ലെങ്ത് ഓഫ് ദിസ് ലൈൻ ഡിവൈഡഡ് ബൈ 1. സോ സൈൻ തീറ്റ ഈക്വൽ ടു ലെങ്ത് ഓഫ് ദിസ് ലൈൻ. അതേപോലെ തന്നെ സെയിം കേസിലാണ് കോസ് തീറ്റ വരുന്നത്. കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇവിടെ എന്തുകൊണ്ട് കോസ് മേളിൽ വന്നതെന്ന് തെറ്റിദ്ധരിക്കേണ്ട. കാരണം ബൈ ഓപ്പോസിറ്റ് വെർട്ടെക്സ് റൂൾ വെച്ചിട്ട് ഈ കാണുന്ന തീറ്റ തന്നെയാണ് ഈ കാണുന്ന തീറ്റ. സോ ഈ തീറ്റ വെച്ച് നോക്കുമ്പോൾ കോസ് തീറ്റ എന്ന് പറയുന്നത് ഈ അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഹൈപ്പോട്ടന്യൂസ് 1 ആണ്. സോ കോസ് തീറ്റ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദിസ് ലൈൻ ഡിവൈഡഡ് ബൈ 1. സോ കോസ് തീറ്റ ഈക്വൽ ടു ലെങ്ത് ഓഫ് ദിസ് ബ്ലൂ ലൈൻ. ഇനി ഫസ്റ്റ് സൈൻ തീറ്റ പറഞ്ഞുതരാം. നേരത്തെ പറഞ്ഞ് പഴയതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈൻ തീറ്റയുടെ വാല്യൂ എപ്പോഴും 1-നും -1-നും ഇടയ്ക്കാണ് നിൽക്കുന്നത്. അതെന്താ വന്നതെന്ന് കാണിച്ചു തരാം. അതായത് ഇപ്പൊ നോക്ക്, ഗ്രീൻ ലൈൻ എന്ന് പറയുന്ന കാര്യമേ ഇല്ല. അതായത് സൈൻ തീറ്റ, അതായത് ലെങ്ത് ഓഫ് ദാറ്റ് ഗ്രീൻ ലൈൻ സൈൻ തീറ്റ 0-ൽ 0 ആണ്. അതായത് ഒരു ലെങ്തേ ഇല്ല. ഇനി 0-ൽ നിന്ന് മൂവ് ചെയ്യുന്ന ആ ഗ്രീൻ ലൈനിൽ ലെങ്ത് കൂടി 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 വന്നുകൊണ്ടേയിരിക്കും. എവിടെ ടു 0 ടു 90 ഡിഗ്രി എത്തുമ്പോൾ മാക്സിമം, അതായത് 90 ഡിഗ്രിയിൽ റേഡിയസിന്റെ ലെങ്തിനോട് ഈക്വൽ ആണ്. റേഡിയസിന്റെ ലെങ്ത് എന്താ 1. അത് ഇവിടെ നോക്ക്, സൈൻ്റെ പ്ലോട്ട് നോക്ക്, 1-ൽ പീക്ക്. നിങ്ങൾ ഈ പ്ലോട്ട് കൂടെ ശ്രദ്ധിച്ചോണം. പ്ലോട്ട് കൂടെ ശ്രദ്ധിച്ചാലേ മനസ്സിലാവും. അതായത് സൈൻ്റെ വാല്യൂ കണ്ട ഇവിടുന്ന് കൂടി 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 അതാ വേവ് ഫോമിൽ കാണുന്ന സൈൻ്റെ വാല്യൂ കൂടി കൂടി 90-ൽ എത്തുമ്പോൾ പീക്കിലെത്തും. സൈൻ്റെ 1-ലെത്തും. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ സൈൻ്റെ വാല്യൂ കുറഞ്ഞു 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 പോയിക്കൊണ്ടേയിരിക്കും. ലെങ്ത് കുറഞ്ഞു കുറഞ്ഞ് 0-ലെത്തും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. അതായത് സൈൻ തീറ്റ ഇവിടെ മേളിലോട്ട്, അതായത് എക്സ് ആക്സിസിന്റെ മേളിലോട്ട് പോസിറ്റീവ് ഡയറക്ഷനിൽ തന്നെ. അതുകൊണ്ട് സൈൻ തീറ്റ ഈ ഫസ്റ്റ് ക്വാഡ്രന്റ്, അതായത് ഒരു സർക്കിളിൽ നമുക്ക് 4 ക്വാഡ്രന്റ് ഉണ്ടെന്ന് അറിയാലോ. അതിനകത്ത് ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ്, ഇത് തേർഡ് ക്വാഡ്രന്റ്, ഇത് ഫോർത്ത് ക്വാഡ്രന്റ്. സോ ഈ ഫസ്റ്റ് ക്വാഡ്രന്റിൽ സൈൻ തീറ്റ എപ്പോഴും എക്സ് ആക്സിസിന്റെ മേളിലോട്ട് പോസിറ്റീവ് ഡയറക്ഷനിൽ തന്നെ നിൽക്കുന്നത്. അറ്റ് ദ സെയിം ടൈം സെക്കൻഡ് ക്വാഡ്രന്റിലും സൈൻ പോസിറ്റീവ് ഡയറക്ഷനിൽ തന്നെ മേലോട്ട് തന്നെ കുറഞ്ഞു വരുന്നതേ ഉള്ളൂ. ബട്ട് 180 ഡിഗ്രിയിൽ നിന്ന് കഴിഞ്ഞ് തിരിച്ച് താപ്പോട്ട് വരുമ്പോൾ, അതായത് ഒരു 270 ഡിഗ്രി വരെ എത്തുമ്പോൾ സൈൻ്റെ വാല്യൂ വീണ്ടും കൂടുക. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, താപ്പോട്ട്, അതായത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഏത് ഡയറക്ഷനിലായിരുന്നോ അതിന്റെ, അതായത് ഇവിടുന്ന് താഴേന്ന് മേളിലോട്ട് എക്സ് ആക്സിസിന്റെ മേളിലോട്ട് പോസിറ്റീവ് ഡയറക്ഷനിലാണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ എക്സ് ആക്സിസിന്റെ താപ്പോട്ട് നെഗറ്റീവ് ഡയറക്ഷനിലാണ്. സോ സൈൻ ഇവിടെ നെഗറ്റീവാണ്. അതുപോലെ തന്നെ ഫോർത്ത് ക്വാഡ്രന്റ് എത്തുമ്പോഴും ഇവിടെ നെഗറ്റീവാ, സൈൻ ഇവിടെ നെഗറ്റീവാ. ഇനി ഞാൻ ഇതൊന്നുകൂടെ മൊത്തത്തിൽ കാണിച്ചുതരാം. അതായത് സൈൻ്റെ വാല്യൂ റൈറ്റ് സൈഡിലെ പ്ലോട്ട് കൂടെ ചെക്ക് ചെയ്യണം. സൈൻ്റെ വാല്യൂ കൂടി 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 സൈൻ്റെ പീക്കിൽ 1-ലെത്തി. ഇത് പോസിറ്റീവ് 1-ൽ. ഇനി അവിടുന്ന് വീണ്ടും 180-ലോട്ട് പോകുമ്പോൾ സൈൻ്റെ വാല്യൂ കുറഞ്ഞ് 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 0 ഹിറ്റ്. ഇനി അതായത് സൈൻ 180, സൈൻ പൈ. ഇനി സൈൻ പൈന് വീണ്ടും വീണ്ടും പോകും, സൈൻ്റെ വാല്യൂ കൂടി വരും, ബട്ട് നെഗറ്റീവ് ഡയറക്ഷനിലായിരിക്കും. അതാണ് താഴെ എത്തി അവസാനം ഈ -1 ഹിറ്റ്. അതായത് ലെങ്ത് എന്ന് പറയുന്നത് റേഡിയസിന്റെ അതേ ലെങ്ത് തന്നെയാണ് 1, ബട്ട് നെഗറ്റീവ് ഡയറക്ഷനിലോട്ട്. അതുകൊണ്ടാണ് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും -1-ലാണ് ഇവിടെ സൈൻ്റെ വാല്യൂ. വീണ്ടും 270 പോയി 360 ഡിഗ്രി എത്തുമ്പോൾ സൈൻ വീണ്ടും 0 ഹിറ്റ്. നെഗറ്റീവ് ഡയറക്ഷനിൽ നിന്ന് പറഞ്ഞ് 0-ലെത്തും. ഇതാണ് സൈൻ്റെ പ്ലോട്ട്. ഇനി കോസിന്റെ കാണിച്ചു തരാം. കോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ബ്ലൂ ലൈനിൽ നിന്ന്, അതായത് പറഞ്ഞല്ലോ ലെങ്ത് ഓഫ് ദിസ് ബ്ലൂ ലൈൻ കോസ് തീറ്റ എന്ന്. സോ ഇത് നോക്കിയാൽ കോസ് തീറ്റ 0-യിലെ കോസ് തീറ്റ മാക്സിമം എങ്ങോട്ട്,
ഈ y ആക്സിസിന്റെ റൈറ്റ് സൈഡിലോട്ട് പോസിറ്റീവ് ഡയറക്ഷനിലാണ് കോസ് തീറ്റ പോയിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോസ് ഇവിടെ മാക്സിമം, ഈ മാക്സിമം വാല്യൂ എത്ര, റേഡിയസിന്റെ ലെങ്ത്, അത് എത്ര, 1. അങ്ങോട്ട് പോകാം 0 90 പോകുമ്പോൾ കോസിന്റെ ലെങ്ത് കുറഞ്ഞ് 90 എത്തുമ്പോൾ കോസ് 0 ഹിറ്റ് ചെയ്യും. അതാണ് നമ്മൾ ഈ കാണുന്നത്. 90 എത്തിയപ്പോൾ കോസ് 0 ഹിറ്റ് ചെയ്ത് കോസ് 90 0. ഇനി അവിടുന്ന് പോകുമ്പോൾ കോസിന്റെ വാല്യൂ തിരിച്ചു കൂടും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, അതായത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ കോസ് ഉണ്ടായിരുന്നതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് സെക്കൻഡ് ക്വാഡ്രന്റിൽ കോസ്. സോ ഇവിടെ കോസ് കൂടുന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ഡയറക്ഷനിലോട്ടാണ് കൂടുന്നത്. അതുകൊണ്ട് അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതാ കൂടുന്നുണ്ടെങ്കിൽ ഈ താഴോട്ടാ നെഗറ്റീവിലാണ് കൂടി വരുന്നത്. അങ്ങനെ കോസ് 180 എത്തുമ്പോൾ വീണ്ടും മാക്സിമം, ബട്ട് നെഗറ്റീവ് മാക്സിമം, അതായത് -1 ഹിറ്റ്. അവിടുന്ന് വീണ്ടും പോകുമ്പോൾ വീണ്ടും കോസ് കുറഞ്ഞ് അതായത് ഇത് ഇപ്പോഴും നെഗറ്റീവ് ഡയറക്ഷനിൽ തന്നെ കോസ് നിൽക്കുന്നത്. കോസ് വീണ്ടും കുറഞ്ഞ് കോസ് 0 എത്തി. ഇനി ഇവിടുന്ന് തിരിച്ച് കോസ് വീണ്ടും കൂടും. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അതായത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഏത് ഡയറക്ഷനിലാണ് കോസ് ഉണ്ടായിരുന്നത് അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഇപ്പോൾ കോസ് ഉള്ളത്. സോ കോസ് ഇവിടെ പോസിറ്റീവാണ്. അതാ പ്ലോട്ട് ചെയ്ത് നോക്കിയാലും മതി. ഇതിന് എന്ത് കാര്യം മനസ്സിലായി? കോസ് ഫസ്റ്റ് ക്വാഡ്രന്റിലും ഫോർത്ത് ക്വാഡ്രന്റിലും കോസ് പോസിറ്റീവാണ്, ബട്ട് സെക്കൻഡിലും തേർഡിലും കോസ് നെഗറ്റീവാണ്. സൈൻ എടുത്താൽ ഫസ്റ്റ് ക്വാഡ്രന്റിലും സെക്കൻഡ് ക്വാഡ്രന്റിലും സൈൻ പോസിറ്റീവാ, തേർഡിലും ഫോർത്തിലും സൈൻ നെഗറ്റീവാ. ഇനി ടാന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ടാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ടാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 ടാൻ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ടാൻ ഒരു π/2, അതായത് ടാൻ 90 ഡിഗ്രി എത്തുമ്പോഴത്തേക്ക് ടാൻ എക്സ്പോണൻഷ്യലി കൂട്ടിയിട്ട് ടാൻ ഇൻഫിനിറ്റിയിലോട്ട് ഷൂട്ടപ്പ് ചെയ്യും ഫസ്റ്റ് ക്വാഡ്രന്റിൽ. പക്ഷെ തിരിച്ചു വരുമ്പോൾ ടാൻ ഇൻഫിനിറ്റിന്ന് തിരിച്ച് ടാൻ 0 എത്തുന്നുണ്ട് സെക്കൻഡ് ക്വാഡ്രന്റ് എത്തുമ്പോഴത്തേക്ക്. അതായത് 180 ഡിഗ്രി ആകുമ്പോഴത്തേക്ക് ടാൻ 180 എന്ന് പറയുന്നത് ടാൻ 0 തന്നെയാണ്, അതായത് ടാൻ 0 എത്തും. തിരിച്ച് 180 270 പോകുമ്പോൾ, അതായത് πന്ന് 3π/2 പോകുമ്പോൾ ടാന്റെ വാല്യൂ വീണ്ടും 0 ഇൻഫിനിറ്റിയിലോട്ട് കൂടുവാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ അതായത് 270 ഡിഗ്രിയും 360 അതായത് 3π/2 2π ടാൻ പോകുന്നതനുസരിച്ച് ടാന്റെ വാല്യൂ ഇൻഫിനിറ്റിന്ന് തിരിച്ച് റീച്ച് ചെയ്ത് 0 എത്തും. ടാന്റെ ഡയറക്ഷൻ ഓരോ ക്വാഡ്രന്റിലും പറയുകയാണെങ്കിൽ, ജോമെട്രിക്കലി പറയുകയാണെങ്കിൽ, അതായത് ടാൻജന്റ് എന്ന് പറയുന്ന സ്ലോപ്പ് അറ്റ് എ പോയിന്റ് ആണ്. അത് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടോ? അതുകൊണ്ട് അത് പറഞ്ഞുതരാതെ ജസ്റ്റ് സിമ്പിൾ ലോജിക്ക് പറഞ്ഞുതരാം. അതായത് ടാന്റെ വാല്യൂ ഈക്വൽ ടു സൈൻ ബൈ കോസ് ആണല്ലോ. അപ്പൊ ഈ ഫസ്റ്റ് ക്വാഡ്രന്റിൽ സൈനും കോസും പോസിറ്റീവാ, അതുകൊണ്ട് ടാനും പോസിറ്റീവാ. സെക്കൻഡ് ക്വാഡ്രന്റ് വരുമ്പോൾ സൈൻ പോസിറ്റീവാ ബട്ട് കോസ് നെഗറ്റീവാ, അതുകൊണ്ട് ടാനും നെഗറ്റീവാ. തേർഡ് ക്വാഡ്രന്റ് വരുന്ന സമയത്ത് സൈനും നെഗറ്റീവാ, കോസും നെഗറ്റീവാ, അതുകൊണ്ട് ടാനും നെഗറ്റീവാ. ഫോർത്ത് ക്വാഡ്രന്റ് വരുന്ന സമയത്താണെങ്കിൽ സൈൻ നെഗറ്റീവാ, കോസ് പോസിറ്റീവാ, അപ്പൊ സൈൻ ബൈ കോസ് ടാനും നെഗറ്റീവാ. ഞാൻ ഇപ്പൊ ഈ സിമ്പിൾ സാധനം വെച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ ഡയറക്ഷൻ വെച്ചെന്ന് പറയുന്നത് ടാൻ എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് അറ്റ് പോയിന്റ് എന്ന് എടുക്കേണ്ടി വരും. അപ്പം സ്ലോപ്പ് എന്ന് പറയുന്നത് y/x എന്നൊക്കെ പറഞ്ഞെടുക്കുമ്പോൾ y ആക്സിസ് പോസിറ്റീവ്, x ആക്സിസ് പോസിറ്റീവ്, ആ രീതി വെച്ച് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇപ്പോഴേ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ഡെറിവേറ്റീവിന്റെ ഒക്കെ സമയം വരുമ്പോഴത്തേ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറഞ്ഞത്. കൊസീക് തീറ്റയുടെ വാല്യൂ എടുത്താൽ കൊസീക് തീറ്റ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻഫിനിറ്റി എന്നാണ്. കൊസീക് തീറ്റ പിന്നെ പോകുന്നതനുസരിച്ച് കുറഞ്ഞു വരിക. ബട്ട് സ്റ്റിൽ ശ്രദ്ധിക്കണം, കൊസീക് തീറ്റ എക്സ് ആക്സിസിന്റെ മേലോട്ട് പോസിറ്റീവ് ഡയറക്ഷനിൽ തന്നെ ഇരിക്കുന്നത്. സോ ഫസ്റ്റ് ക്വാഡ്രന്റ് കൊസീക് തീറ്റ പോസിറ്റീവാണ്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ കൊസീക് തീറ്റ 90 ഡിഗ്രിയിൽ എത്തുമ്പോൾ കൊസീക് തീറ്റ മാക്സിമം ഹിറ്റ് ചെയ്യും, അതായത് റേഡിയസിന്റെ ലെങ്ത്. കൊസീക് തീറ്റ അവിടെ മാക്സിമം. പിന്നെ കൊസീക് തീറ്റയുടെ വാല്യൂ വീണ്ടും കൂടും. അതായത് ഫസ്റ്റ് ക്വാഡ്രന്റിലും സെക്കൻഡ് ക്വാഡ്രന്റിലും കൊസീക് തീറ്റ പോസിറ്റീവാണ്. ബട്ട് തേർഡ് ക്വാഡ്രന്റ് വരുമ്പോൾ കൊസീക് തീറ്റ നെഗറ്റീവ്, അതായത് ഫസ്റ്റിലും സെക്കൻഡിലും ഏത് ഡയറക്ഷനിലാണെന്നുണ്ട് അതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. കൊസീക് തീറ്റ അവിടെ നെഗറ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുക. ഫോർത്ത് വരുമ്പോൾ കൊസീക് തീറ്റ അതേ നെഗറ്റീവ് ഡയറക്ഷൻ. ഇവിടെ കൊസീക് തീറ്റയുടെ കാര്യം ശ്രദ്ധിച്ച് ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, കൊസീക് തീറ്റ ഒരിക്കലും 1ന് താപ്പോട്ട് വരത്തില്ല. കൊസീക് തീറ്റ എപ്പോഴും ഇൻഫിനിറ്റിക്കും 1 അല്ലെ ഇൻഫിനിറ്റിക്കും -1നും ഇടയ്ക്കായിട്ടേ കൊസീക് തീറ്റ നിൽക്കും. അടുത്ത സീക് തീറ്റയുടെ കേസ് എടുത്താൽ സീക് തീറ്റ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തെ സീക് തീറ്റയുടെ വാല്യൂ 1 പിന്നെ സീക് തീറ്റ അങ്ങോട്ട് പോകുമ്പോൾ കൂടത്തേ ഉള്ളൂ. ഫസ്റ്റ് ക്വാഡ്രന്റിൽ നമുക്ക് സീക് തീറ്റ പോസിറ്റീവ് ഡയറക്ഷനിലോട്ടാണ് പോയിന്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ സീക് തീറ്റ പോസിറ്റീവാണ്. അങ്ങനെ സീക് തീറ്റ 90 എത്തുമ്പോൾ മാക്സിമം ഹിറ്റ്.
സീക്ക് 90 ഇൻഫൈനൈറ്റോ. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ സീക്ക് തീറ്റ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതായത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഏതായിരുന്നോ എൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അത് ഇൻഫൈനിറ്റിന്ന് സീറോയിലോട്ട് വന്നുകൊണ്ടിരിക്കുക. സോ കൊസൈക് തീറ്റ സെക്കൻഡ് ക്വാഡ്രന്റ് നെഗറ്റീവ് ആണ്. തേർഡ് ക്വാഡ്രന്റ് വരുമ്പോൾ നെഗറ്റീവ് തന്നെയാണ്, പക്ഷെ തിരിച്ചു കൂടിക്കൊണ്ടിരിക്കുക. ഫോർത്ത് ക്വാഡ്രന്റ് വരുമ്പോൾ പോസിറ്റീവ് ഡയറക്ഷനിലെത്തി നെഗറ്റീവ് മീൻസ് അല്ല ഇൻഫിനിറ്റിന്ന് 1 വന്നു. സീക്ക് തീറ്റ കൊസൈക് തീറ്റയുടെ കൂട്ട് 1നും ഇൻഫിനിറ്റിക്കും ഇടയ്ക്കും, അതുപോലെ -1നും -ഇൻഫിനിറ്റിക്കും ഇടയ്ക്കുക. 0 തൊട്ട് 1 വരെ എത്തത്തില്ല. ഇനി കോട്ടിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ കോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻഫിനിറ്റിന്നാണ്. ഇൻഫിനിറ്റിന്ന് കോട്ട് 0 π/2, അതായത് 90 ഡിഗ്രി എടുത്തുമ്പോൾ കോട്ട് 0, അതായത് കോട്ട് അറ്റ് π/2, അതായത് കോട്ട് അറ്റ് 90 0 ആണ്. ഇനി അവിടുന്ന് വീണ്ടും കോട്ട് 180 ഡിഗ്രിയിലോട്ട് പോകുമ്പോൾ കോട്ട് വീണ്ടും ഇൻഫിനിറ്റിയിലോട്ട് ഷൂട്ടും. 180 ഡിഗ്രി 370 പോകുമ്പോൾ, അതായത് പൈന്ന് 3π/2 പോകുമ്പോൾ കോട്ട് വീണ്ടും ഇൻഫിനിറ്റിന്ന് 0 റീച്ച് ചെയ്യും. ഇനി 3π/2 2π പോകുമ്പോൾ, അതായത് 270 360 പോകുമ്പോൾ കോട്ട് വീണ്ടും ഇൻഫിനിറ്റിയിലോട്ട് ഷൂട്ടപ്പോൾ. ഇവിടെ ഓരോ ക്വാഡ്രന്റിലെ കോട്ടിന്റെ വാല്യൂ ഞാൻ ടാൻ പറഞ്ഞു തന്നെ പറഞ്ഞുതരാം. ഒന്നെങ്കിൽ 1/tan θ നോക്കാം, അല്ലെങ്കിൽ cos θ/sin θ നോക്കാം. ഇവിടെ കോസ് പോസിറ്റീവ് ആണ്, സൈനും പോസിറ്റീവ് ആണ്. സോ കോട്ട് ഈ ക്വാഡ്രന്റ് പോസിറ്റീവ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റ് വരുമ്പോൾ കോസ് നെഗറ്റീവ് ആണ്, സൈൻ പോസിറ്റീവ് ആണ്. സോ നെഗറ്റീവ്/പോസിറ്റീവ്, കോട്ട് നെഗറ്റീവ് ആണ്. തേർഡ് ക്വാഡ്രന്റ് വരുമ്പോൾ കോസ് നെഗറ്റീവ് ആണ്, സൈനും നെഗറ്റീവ് ആണ്. സോ -cos/sin, കോട്ട് തീറ്റ കിട്ടും, പോസിറ്റീവ് ആണ്. ഫോർത്ത് ക്വാഡ്രന്റ് വരുമ്പോൾ കോസ് പോസിറ്റീവ് ആണെങ്കിലും സൈൻ നെഗറ്റീവ് ആണ്. സോ cos/sin -cot. ഇവിടെ കോട്ട് മൈനസ് ആണ്. തൊട്ട് മുമ്പേ കാണിച്ചതിന്റെ ഒരു ഇച്ചിരി അഡ്വാൻസ് ആയിട്ട് ഒരു ക്ലീനർ ഫോർമുല പ്ലോട്ട് കാണിക്കാന്ന് വെച്ചിട്ടാണ്. ഇത് ഈ സർക്കിൾ നോക്കേണ്ട, സെയിം തന്നെ, അതേ ലൈൻ തന്നെയാണ്. ജസ്റ്റ് റൈറ്റിലെ പ്ലോട്ട് ശ്രദ്ധിച്ചാൽ മതി. ഇതാണ് സൈൻ്റെ പ്ലോട്ട്. അതായത് 0 മാക്സിമം 1 എത്തും, തിരിച്ച് 0 എത്തും, -1 എത്തും, 0. ഇതാണ് ഒറ്റ സൈക്കിൾ 360 വരാൻ. ഇനി ബാക്കി എടുത്തു കഴിഞ്ഞാൽ അടുത്ത സൈക്കിൾ പോകുമ്പോൾ ഇത് തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഇതാണ് സൈനിന്റെ പ്ലോട്ട്. കോസിന്റെ പ്ലോട്ട് എടുത്താൽ തൊട്ടെന്ന് പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ഇച്ചിരി അഡ്വാൻസ് ആയിട്ട് ആ പ്ലോട്ട് വിഷ്വലൈസേഷൻ കാണിച്ചു തരുന്നതേ ഉള്ളൂ. ടാനിൻ്റെ എടുക്കുമ്പോൾ ഡിഫറെൻ്റ് ആണ്. അതായത് 0 ഇൻഫിനിറ്റി, ഇൻഫിനിറ്റിന്ന് 0, വീണ്ടും ഇൻഫിനിറ്റി, അങ്ങനെ പൊക്കൊണ്ടേയിരിക്കും ടാൻ. നേരത്തെ കാണിച്ച അതേ പ്ലോട്ട് തന്നെയാണ്. ഇത് ഇച്ചിരി കൂടെ അഡ്വാൻസ്ഡ് വെർഷൻ. കോട്ട് വരുന്ന സമയത്ത് തിരിച്ചു. ഡൗട്ട് ഉണ്ടാക്കാറില്ല, ജസ്റ്റ് എക്സ്ട്രാ ആയിട്ടൊന്ന് കാണിച്ചെന്നുള്ളത്. എങ്ങനെ ഇരിക്കും റിയലായിട്ട് ഇങ്ങനെ പ്ലോട്ട് വിഷ്വലൈസ് ചെയ്തെടുത്ത് വെച്ചു. ഇതാണ് സീക്കിൻ്റെത്. കൺഫ്യൂസ് ആവണ്ട, ഇത് മനസ്സിലായില്ലേ വിട്ടേര്. തൊട്ട് മുമ്പത്തെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. ആണ് കൊസീക്കിൻ്റെ. ഇതിൻ്റെയൊക്കെ ഡെറിവേറ്റീവ് ഉണ്ട്, അത് ട്രിഗണോമെട്രി എല്ലാം കഴിഞ്ഞിട്ട്.